ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പപ്പടം വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു 4-5 പപ്പടം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുത്തിട്ട് വേണം ഇനി കറി വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തു. അതിനകത്തേക്ക് ചേർക്കാനായിട്ടാണ് ചെറിയുള്ളി, പച്ചമുളക്, കരിവേപ്പില ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി അടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. പപ്പടം കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചെറിയ പീസുകളായി മുറിച്ചെടുത്താണ് പപ്പടം കാച്ചിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ പപ്പടം ഒന്ന് കാച്ചിയെടുക്കണം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ പപ്പടം കാച്ചി ചീഞ്ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ചെറിയുള്ളി, കരിവേപ്പില, പച്ചമുളക് ഇട്ടു. ഇനി നമുക്ക് നല്ലതുപോലെ അതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ചോറിന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ചേർക്കാം മുളകും പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക്, പെരുംജീരകം, മഞ്ഞൾ. ഇത്രയും മസാലകളാണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തക്കാളി അരിഞ്ഞതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെയും നമ്മൾ മേടിച്ച് കഴിക്കും, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറട്ടെ. നമുക്ക് മസാലകൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മളിത് ചൂടുവെള്ളം കേട്ടോ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ശകലം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ശകലം പപ്പടത്തിന് ഉപ്പുണ്ട്, ഒരു ശകലം ഉപ്പിട്ട് കൊടുത്ത് തിളച്ചു. ഇനി നമുക്ക് ഈ പപ്പടം കാച്ചിയത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തമായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. പപ്പടത്തിൽ ഉപ്പുള്ളതാണല്ലോ. അപ്പോൾ നമ്മളുടെ പപ്പടം കൊണ്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഞാൻ കഴിച്ചിട്ടാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. താങ്ക് യു.